എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നാഗമുഖി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. അരിഞ്ഞുകൂട്ടിയ പുല്ലുമായി വീട്ടിലേക്ക് നടക്കുമ്പോൾ പഞ്ചമി ആകെ അസ്വസ്ഥയായിരുന്നു. ദേവദാസിന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു വേശ്യയുടെ മകളെ കിട്ടാൻ എനിക്ക് മനസ്സില്ല. അപ്പോ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചതിച്ചതാണ്. ദുഷ്ടൻ കാത്തുവച്ചിരുന്നതെല്ലാം കൊടുത്ത് അവന് അടിയറവ് പറഞ്ഞല്ലോ. തന്റെ ശരീരത്തിന് ഒരു തളർച്ച ബാധിക്കുന്നത് അവൾ അറിഞ്ഞു. ഈശ്വര, അമ്മ എങ്ങാനും ഇതറിഞ്ഞാൽ. വീടിന്റെ പടിപ്പുര കടന്നതും മുറ്റത്തെത്തിയതുമൊന്നും പഞ്ചമി അറിഞ്ഞില്ല. മുറ്റത്ത് ഒരു കാർ കിടപ്പുണ്ടായിരുന്നു. പരിചയമുള്ള കാർ. സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാർ. അയാൾ അമ്മയുടെ അടുത്ത ആളാണല്ലോ. ഉമ്മറത്ത് തന്നെയുണ്ട് ഇരുവരും. നേരം നന്നായി ഇരുട്ടിയിരിക്കുന്നു. നീ ഇതുവരെ എവിടെയായിരുന്നു? കാത്തുവിന്റെ ശബ്ദം കേട്ടപ്പോ അവളൊന്ന് ഞെട്ടി. അമ്മേ, ഞാൻ അവൾ പരിങ്ങി. പുല്ല് ഇരുട്ടുന്നത് വരെയാണോടി പുല്ല് ചെത്തുന്നത്? പഞ്ചമി മിണ്ടിയില്ല. ഇനി ഇത് ആവർത്തിച്ചേക്കരുത്. അവളുടെ കാലുകൾ തൊഴുത്തിനടുത്തേക്ക് നീണ്ടു. കണ്ണിമയ്ക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. കാത്തുവേ, നിന്റെ മോളങ്ങ് വളർന്നു പോയല്ലോടി. ശ്രീധരൻ വല്ലാത്ത ഭാവത്തിലൊന്ന് ചിരിച്ചു. ഇവളെ അടുത്ത് കണ്ടിട്ട് ഒരുപാട് നാളായിരിക്കുന്നു. വേണ്ട ശ്രീധരൻ സാറേ, എന്റെ മോളെ അടുത്ത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വല്ല വിചാരവും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാച്ചു കളഞ്ഞേര്. ഞാൻ ഇങ്ങനെയായിപ്പോയി എന്ന് വിചാരിച്ച് അവളെ പ്രതീക്ഷിക്കണ്ട. ഞാൻ സമ്മതിക്കുകയുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഖം വിളറിപ്പോയി. ഞാൻ അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല കാത്തു. അങ്ങനെ പറയുമ്പോഴും ശ്രീധരന്റെ മനസ്സു നിറയെ പഞ്ചമിയായിരുന്നു. അമ്മയുടെ 10 ഇരട്ടി സൗന്ദര്യമുള്ള മകൾ. എത്ര നുകർന്നാലും തീരാത്ത മധുവാണവൾ. അതുകൊണ്ട് തന്നെ അടക്കാനാകാത്ത ഒരാവേശമായി അവൾ മനസ്സിലങ്ങനെ നിലകൊണ്ടു. ഒരു രാത്രിയെങ്കിലും പഞ്ചമിയോടൊത്ത് കഴിഞ്ഞില്ലെങ്കിൽ തന്റെ ഈ ജീവിതത്തിന് അർത്ഥമില്ല. ആഗ്രഹം മനസ്സിൽ തന്നെ കിടക്കട്ടെ. എപ്പോഴെങ്കിലും തനിക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് അയാൾ കണക്ക് കൂട്ടി. പഞ്ചമി പശുവിന് പുല്ല് കൊടുത്തിട്ട് അടുക്കള ഭാഗത്തുകൂടി വീട്ടിൽ കടന്നു. വേലക്കാരി ലീലമ്മ വറക്കുകയും പൊരിക്കുകയും ചെയ്യുന്നതിന്റെ ധൃതിയിലാണ്. അവൾ തന്റെ മുറിയിലെത്തി. അല്പനേരം കിടന്നു. മനസ്സും ശരീരവും നീറിപ്പടരുകയാണ്. എന്നാലും ദേവൻ തന്നോടിത് ചെയ്തല്ലോ, അതുമാത്രം അവൾക്കങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. പഞ്ചമി എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തി. എന്തോ അല്പം കഴിച്ചെന്ന് വരുത്തി വീണ്ടും മുറിയിലേക്ക് പോന്നു. ഡൈനിങ് റൂമിൽ അമ്മയും പഞ്ചായത്ത് പ്രസിഡന്റും തീറ്റയും കുടിയും തുടങ്ങിയിരിക്കുന്നു. ഇനി രാവിലെയെ അമ്മയെ കാണാൻ പറ്റൂ. അതുവരെ അമ്മ മറ്റാരെയും തിരക്കാറുമില്ല. മുറിയിലെ ലൈറ്റ് അണച്ചിട്ടു. മനസ്സിൽ ചില കടുത്ത തീരുമാനങ്ങളോടെ പഞ്ചമി ഉറങ്ങാതെ കിടന്നു. എന്തു വന്നാലും ദേവനെ തന്നിൽ നിന്ന് വിടുകയില്ലെന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ചതിക്ക് ചതി. പഞ്ചമിയെ നശിപ്പിച്ചിട്ട് ഒരുത്തനും അങ്ങനെ രക്ഷപ്പെടണ്ട. ഒരുത്തനു വേണ്ടിയേ താൻ വസ്ത്രങ്ങൾ അഴിച്ചിട്ടുള്ളൂ. അവൻ ഇനി തന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. അപ്പുറത്തെ ശബ്ദങ്ങളൊക്കെ നിലച്ചത് അവൾ ശ്രദ്ധിച്ചു. അമ്മയും ശ്രീധരൻ സാറും മുറിയിൽ കയറി കടകടച്ചു കാണും. പഞ്ചമി എണീറ്റു. തലയിണയുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പിച്ചാത്തി എടുത്തു. ശബ്ദം കേൾപ്പിക്കാതെ കതകു തുറന്ന് അടുക്കള ഭാഗത്തേക്ക് നടന്നു. ഡൈനിങ് റൂമിലെ മേശക്കരികിൽ തറയിൽ വിരിച്ച് താഴ്പായയിൽ ലീലമ്മ കിടന്നുറങ്ങുന്നു. അടുക്കളയിൽ നിന്നും പുറത്തേക്കുള്ള വാതിൽ തുറന്ന് അവൾ വെളിയിലെത്തി. അല്പനേരം അവിടെ തന്നെ നിന്ന് ചുറ്റുപാടും ശ്രദ്ധിച്ചു. എങ്ങും യാതൊരു അനക്കവുമില്ല. തന്റെ പാദസരങ്ങൾ ശബ്ദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ഇരുളിലേക്ക് ഇറങ്ങി. പാടത്തുനിന്ന് അടിച്ചു വന്നൊരു കാറ്റ് അവളെ തഴുകിക്കൊണ്ട് കടന്നുപോയി. പാടത്ത് ചീവീടുകളുടെ ശബ്ദം മാത്രം മൗനം തകർത്തു. അവൾക്ക് പേടി തോന്നി. പാടവരമ്പത്തുകൂടി അവൾ കാവിനടുത്തെത്തി. ഒരു കുളക്കോഴിയുടെ ഒച്ച. അവൾ പിച്ചാത്തിയിൽ പിടിമുറുക്കി ധൈര്യം ഭാവിച്ച് മുന്നോട്ട് നീങ്ങി. അവിടെയാണ് രുദ്രൻ തിരുമേനിയുടെ ഇല്ലം. അങ്ങിങ്ങി പൊട്ടിപ്പിളർന്ന മതിൽക്കെട്ട്. അതിനുള്ളിൽ വിശാലമായ വളപ്പിൽ ഒരുപാട് വൃക്ഷങ്ങൾ. വെട്ടം കിളയുമെന്നും നടക്കാത്ത ഭൂമി. അതുകൊണ്ട് കാട് പിടിച്ചു കിടക്കുകയാണ് അവിടം. പകൽ പോലും ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് ആരും കടന്നു ചെല്ലാറില്ല. കാരണം രുദ്രൻ തിരുമേനിക്ക് അടുത്തുള്ള വീട്ടുകാരുമായൊന്നും യാതൊരു ബന്ധവുമില്ല. അതുമാത്രമല്ല, അയാളെ മറ്റുള്ളവർക്ക് പേടിയാണ് താനും. ആ വലിയ 8 കെട്ടിനുള്ളിൽ ആകെയുള്ളത് 2 മനുഷ്യജീവികൾ മാത്രമാണ്. രുദ്രൻ തിരുമേനിയും മകൻ
ഭവത്രാതനും. അമ്മയെ കണ്ട ഓർമ്മ പോലും ഭവത്രാതനില്ല. സാവിത്രിയെ രുദ്രൻ കൊന്നതാണെന്ന് നാട്ടുകാർ പറയുന്നത്. കാര്യമെന്തായാലും അമ്മയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അവനെ അലട്ടാറില്ല. അച്ഛന്റെ പാത തന്നെയാണ് മകനും പിന്തുടരുന്നത്, മന്ത്രവാദം. പിതാമുഖത്തു നിന്നും തന്നെ അവൻ അതിനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. ചെറിയ കർമ്മങ്ങളൊക്കെ അവൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. അച്ഛന് മന്ത്രവാദത്തിനുള്ള സാമഗ്രികളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതും അവനാണ്. അവൻ സഹായിക്കേണ്ട കർമ്മങ്ങളല്ലെങ്കിൽ സാധനമെല്ലാം അടുപ്പിച്ചു കഴിഞ്ഞ് രുദ്രൻ അവനെ മടക്കി അയക്കും. സാധാരണ കർമ്മങ്ങളൊക്കെ രുദ്രൻ നടത്തുന്നത് തെക്കുപുറത്തുള്ള കാഞ്ഞിരത്തിന് ചുവട്ടിൽ വെച്ചാണ്. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ കാഞ്ഞിരം, അതിന് തൊട്ടരികിൽ തന്നെ കൂറ്റൻ ഏഴിലം പാലയുമുണ്ട്. രാത്രിയുടെ 2ാം യാമം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. തെക്കുപുറത്തെ കാഞ്ഞിരത്തിന് ചുവട്ടിൽ ഒരു പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. രുദ്രൻ തിരുമേനി മകനെ 8 കെട്ടിലേക്ക് മടക്കി അയച്ചു കഴിഞ്ഞു. 7 നിലവിളക്കുകളിൽ 7 തിരികൾ വീതം എരിയുന്നു. മുന്നിൽ വരച്ചുണ്ടാക്കിയ കളത്തിനു മുന്നിൽ പത്മാസനത്തിലിരിക്കുന്ന രുദ്രൻ തിരുമേനി. 6 അടിയിലധികം ഉയരവും അതിനു തക്ക വണ്ണവുമുള്ള ദീർഘകായനാണ് രുദ്രൻ. താടിയും മുടിയും നെഞ്ചിനു താഴെ വരെ വളർന്നു കിടക്കുന്നു. നെറ്റിയിൽ ഭസ്മക്കുറി, അതിനു നടുവിൽ വലിയ ചുവന്ന പൊട്ട്, ഉരുണ്ട കണ്ണ്, വളഞ്ഞ മൂക്ക്, ആരിലും ഭീതിയുണർത്തുന്ന ഭീകര രൂപം. മടിയിൽ വെള്ളി കെട്ടിയൊരു ചൂരൽ വടിയുമുണ്ട്. കാഞ്ഞിരത്തിന്റെ മുകളിലിരുന്ന് ഒരു മൂങ്ങ രുദ്രനെ തുറച്ചു നോക്കി. കളത്തിനരികിൽ അകിലിന്റെ വിറക് കൊണ്ട് രുദ്രൻ അഗ്നികുണ്ഡമൊരുക്കി. അതിലേക്ക് പൂക്കൾ ജപിച്ചെറിഞ്ഞു. ചന്ദനത്തിരിയുടെ ഗന്ധം ആ പ്രദേശം മുഴുവൻ നിറയുകയാണ്. രുദ്രൻ ഒരു പിടി തെള്ളിപ്പൊടി വലത് കൈയിൽ ഒതുക്കി. പിന്നെ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് 101 തവണ മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു. തെള്ളിപ്പൊടി അഗ്നിയിൽ പതിച്ചു. അഗ്നി രുദ്രന് മുന്നിൽ ഉറഞ്ഞു തുള്ളി. രുദ്രന്റെ പടിപ്പുരയ്ക്ക് മുന്നിലെത്തിയ പഞ്ചമി ഒരു നിമിഷം നിന്നു. അവിടെ പരന്നിരുന്ന ചന്ദനത്തിരിയുടെ കടുത്ത ഗന്ധത്തിൽ നിന്നും അവൾ ഒരു കാര്യം മനസ്സിലാക്കി. എന്തോ മന്ത്രവാദം നടക്കുന്നുണ്ട്. ആ പരിസരത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൾ വിറയ്ക്കുന്ന കാലടികളോടെ പടിപ്പുര കടന്നു. മുന്നിൽ ഇരുൾ കട്ട പിടിച്ചതുപോലെ രുദ്രൻ തിരുമേനിയുടെ ഇല്ലം. ഇല്ലത്തോടടുക്കാറായപ്പോ പെട്ടെന്ന് പഞ്ചമി അത് കണ്ടു. തെക്കുഭാഗത്ത് അഗ്നി ജ്വലിക്കുന്നു. അതിനു മുന്നിൽ ചുവന്ന പട്ടുടുത്ത് രുദ്രൻ തിരുമേനി. അവൾ അവിടേക്ക് തിരിഞ്ഞു. ചുവടുകൾ അവിടേക്ക് നീണ്ടു. പൊടുന്നനെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവൾ നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് ദ്രുതഗതിയിലായി. അവിടെ നിന്നിരുന്നൊരു മാവിന്റെ നിഴലിലേക്ക് അവൾ മാറി നിന്നു. കണ്ണുകൾ കാഞ്ഞിരത്തിന് ചുവട്ടിലേക്ക് തന്നെയായിരുന്നു. ഒരു മൂർച്ചയുള്ള കത്തിയെടുത്ത് രുദ്രൻ തന്റെ വലതുകൈയുടെ പെരുവിരൽ മുറിച്ചു. രക്തം അഗ്നിയിലേക്ക് ഇറ്റുവീണു. അഗ്നി പൊട്ടിച്ചിതറി. രുദ്രന്റെ ചുണ്ടുകളിൽ മന്ത്രത്തിന്റെ താളുകൾ മറിഞ്ഞെത്തി. പൊടുന്നനെ മാനത്തു നിന്ന് പൊട്ടി വീണതുപോലെ ഒരു സുന്ദരി അഗ്നിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പരിപൂർണ നഗ്നയായ സുന്ദരി. അമ്മേ ധൂമാവതി! രുദ്രൻ സുന്ദരിയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണാമം നടത്തി. അടിയനെ സ്വീകരിച്ചാലും. ധൂമാവതിയുടെ കണ്ണുകളിൽ അഗ്നി പ്രതിഫലിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും സുന്ദരിയായ ഒരുവള പഞ്ചമി കണ്ടിട്ടില്ല. സുന്ദരി എന്ന് അഭിമാനിക്കുന്ന തനിക്ക് ഇവരുടെ 100-1 സൗന്ദര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ശ്വാസമടക്കി പിടിച്ച് പഞ്ചമി നോക്കി നിന്നു. അവിടെ ആ സുന്ദരി രുദ്രനെ എണീപ്പിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നു. പഞ്ചമി മിഴിച്ചു നിന്നു. ഇതെന്തു പ്രതിഭാസം! ഇങ്ങനെയൊന്നവൾ കേട്ടിട്ട് കൂടിയില്ല. ആ സ്ത്രീ രുദ്രനെ. പഞ്ചമി തറയിലിരുന്നു. വല്ലാത്തൊരു ഗന്ധം അവളെ പൊതിഞ്ഞു. അവൾ അറിയാതെ കണ്ണുകളിലേക്ക് ഉറക്കം ചേക്കേറി. തന്റെ പിന്നിൽ ഭവത്രാതൻ നിൽക്കുന്നതോ ചുണ്ടുകൾ മന്ത്രമുരുവിടുന്നതോ അവൾ അറിഞ്ഞിരുന്നില്ല. ഭവത്രാതന്റെ കണ്ണുകളിൽ കാമം ആളിക്കത്തി. അവളെ കൈകളിൽ കോരിയെടുത്ത് അവൻ ഇല്ലത്തേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ച്, ഈ അവതരണ രീതിയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ കഥ കൂടുതൽ പേരിൽ എത്തിക്കുന്നതിന് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.